റീസെൻ്റ്ലി നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങി, പക്ഷേ ഇപ്പോഴും പല ആൾക്കാർക്കും എങ്ങനെ പഴയ ഫോണിൽ നിന്നും പുതിയ ഫോണിലേക്ക് കംപ്ലീറ്റ്ലി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നറിയില്ല. കംപ്ലീറ്റ് അതായത് കോൾ ലോഗുകളും കോൺടാക്റ്റുകളും SMS-കളും വാട്സാപ്പുകളും ഗാലറി അടക്കം എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷേ ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, നിങ്ങളുടെ പഴയ ഫോണും പുതിയ ഫോണിനും മിനിമം ഒരു 50% എബോവ് എങ്കിലും ചാർജ് ഉണ്ടാവണം. രണ്ടാമത്തേത് മോസ്റ്റ് ക്രൂഷ്യൽ പരിപാടി എന്ന് പറയുന്നത്, ആർക്കെങ്കിലും പൈസ അയക്കാനുണ്ട്, അതും 5000 രൂപയ്ക്ക് മുകളിൽ, വീടിൻ്റെ വാടക കൊടുക്കാനുണ്ട്, കാറിന് EMI അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് നിങ്ങൾ നടത്തുന്ന 5000 രൂപയ്ക്ക് മുകളിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി അത് ചെയ്തേക്കുക. കാരണം അടുത്ത 24 മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് മുകളിൽ അയക്കാനായിട്ട് പറ്റില്ല. കാരണം പുതിയ ഫോണിലേക്ക് ഒരു ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ കോപ്പി ചെയ്ത് UPI ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് 5000 രൂപ വരെ അയക്കാനായിട്ട് പറ്റുള്ളൂ, സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അതുകൊണ്ട് അവസാനം നിങ്ങൾ കോപ്പി ആക്കിയിട്ട് പിന്നെ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ 5000 അയക്കാൻ പറ്റുള്ളൂ എന്നറിഞ്ഞു കഴിഞ്ഞ് ഷോക്കാവരുത്. സോ ആ ഒരു പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു കോപ്പി പ്രോസസ്സിലേക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ പരിപാടി തുടങ്ങല്ലേ. ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പിക്സൽ ഫോണിൽ നിന്നും എൻ്റെ പുതിയ റിയൽമി ഫോണിലേക്കാണ്. സോ ഇത് ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും വർക്ക് ചെയ്യും, ഏത് കമ്പനിയായാലും കുഴപ്പമില്ല. റിയൽമി ഫോൺ നമ്മൾ ഓണാക്കി അതിൻ്റെ വെൽക്കം സ്ക്രീൻ ഇവിടെ കാണാം. അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതാണ്. ശേഷം റീജിയൻ സെലക്ട് ചെയ്യണം. ഇതിനുശേഷം നമുക്ക് സെറ്റപ്പ് അനദർ ഡിവൈസ് എന്ന സ്ക്രീൻ വരും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലാണ് മാറ്റുന്നതുകൊണ്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് അവിടെ വരും. ഇനി നിങ്ങളുടെ പഴയ ഫോൺ അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റപ്പിനുള്ള പോപ്പപ്പ് വരും. അവിടെ സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക, QR കോഡ് സ്കാൻ ചെയ്യുക. ഈ പോപ്പപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ക്യാമറ ആപ്ലിക്കേഷൻ പഴയ ഫോണിൽ ഓപ്പൺ ആക്കിയിട്ട് QR സ്കാൻ ചെയ്താലും മതി. ഇനി നിങ്ങളുടെ പുതിയ ഫോണിൽ പഴയ ഫോണിലുള്ള സെയിം പിൻ അടിക്കണം. അപ്പോൾ പിന്നാണെങ്കിൽ പിന്ന്, പാറ്റേൺ ആണെങ്കിൽ അത്, പാസ്വേഡ് ആണെങ്കിൽ അത്, പഴയ ഫോണിൻ്റെ ഏതാണോ നമ്മൾ അൺലോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ലേ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത ഉടനെ ഓൾറെഡി ഇപ്പോൾ നിങ്ങളുടെ ഫോൺ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ ഫോണിലും ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈ കണക്ട് ആവും. മൊബൈൽ ഡേറ്റ ആണെങ്കിൽ പഴയ ഫോണിലുള്ള മൊബൈൽ ഡേറ്റ നിങ്ങൾ ഓൺ ആക്കി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലൊക്കെ പുതിയ ഫോൺ ലോഗിൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് സെക്യൂരിറ്റി അലേർട്ടും കാര്യങ്ങളൊക്കെ വരും. ഇനി കോപ്പി ഫ്രം ആൻഡ്രോയിഡ് ഡിവൈസ് എന്ന് ഈ ഒരു പേജ് വരും. അവിടെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ഫോണിനകത്ത് നിന്നും കോപ്പി ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഡേറ്റയാണുള്ളത് അതെല്ലാം കാണിക്കും. ടോട്ടൽ എത്ര GB ഡേറ്റ വേണം. ഇത് മൊബൈൽ ഡേറ്റ അല്ല കേട്ടോ, നിങ്ങളുടെ ഫോണിലുള്ള സ്റ്റോറേജ് അത് എത്രത്തോളം വേണമെന്ന് കാണിക്കും. ആൻഡ് ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് ഡീസെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യാം. സോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങൾ അത് ഓക്കെ കൊടുത്തിട്ട് കോപ്പി അടിക്കുക. സമയത്ത് ചിലപ്പോൾ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്യാം, ഫേസ് അൺലോക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ആൻഡ്രോയിഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി ഗൂഗിൾ ബാക്കപ്പ് എടുക്കുന്നവരാണെങ്കിൽ മാത്രം ബാക്കപ്പ് ടേൺ ഓൺ ചെയ്യുക. അല്ലാത്ത പക്ഷം ഫ്രീ ആയിട്ട് നമുക്കറിയാലോ 15 GB ഉള്ളൂ, സ്റ്റോറേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പൊതുവേ ആൾക്കാർ ബാക്കപ്പ് എടുക്കാറില്ല. സോ ഡു നോട്ട് ടേക്ക് ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുക. എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഗൂഗിൾ ജെമിനി ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ അത് നിങ്ങൾ ടേൺ ഓൺ ചെയ്ത് വെക്കുക. ശേഷം ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ, അപ്പോൾ നോ താങ്ക്സ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും പരിപാടികൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാണാം ഫോണിൽ നിന്നും ഡേറ്റ കോപ്പി ആവുന്നത്. 2 ഫോണുകളും നിർബന്ധമായും അടുത്ത് തന്നെ ഇരിക്കണം, അത് ദൂരേക്ക് കൊണ്ടുപോകരുത്. അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ കയ്യിൽ എത്ര ഡേറ്റ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എത്ര സ്റ്റോറേജ് കോപ്പി ചെയ്യാനുണ്ട് എന്ന്. ഇപ്പോൾ എൻ്റെ അടുത്ത് 10 GB ഉണ്ട്. സോ ഓൾമോസ്റ്റ് 12 മിനിറ്റ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ 12 ആവാം, 15 ആവാം. ആൻഡ് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പഴയ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. സോ പൊതുവേ നിങ്ങൾ ഇത് കോപ്പി ചെയ്യാനായിട്ട് നൈറ്റ് ടൈം ഒക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ ഇടയ്ക്കൊരു അർജൻറ്റായിട്ട് കോൾ വരിക, എമർജൻസി മീറ്റിംഗ് വരിക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് പ്രശ്നമാവും. സോ ഇത് ഇങ്ങനെ കോപ്പി കണ്ടിന്യൂ ആവട്ടെ. കണ്ടിന്യൂ ആയി 100% ആയി കഴിയുമ്പോഴത്തേക്ക് കോപ്പി ഫിനിഷ്ഡ് ആണ് എന്ന് 2 ഫോണിലും കാണിക്കും. പുതിയ ഫോണിൽ നിങ്ങൾ ഡൺ ക്ലിക്ക് ചെയ്യുക, പഴയ ഫോണിൽ നിങ്ങൾ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇപ്പോൾ ഫോൺ റിയൽമിയുടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് റിയൽമി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പറയുന്നു. ഓപ്പോ OnePlus ആണെങ്കിൽ അതാത് ഫോണുകളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറയും. വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം. ഇനി നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് വാൾപേപ്പറിൽ ഈ ഒരു ആഡ് വരുന്ന ഗ്ലാൻസും പരിപാടിയൊക്കെ ഉണ്ട്. ഗ്ലാൻസ് ഓഫ് ചെയ്ത് വെക്കുക, ഓട്ടോ അപ്ഡേറ്റ് ഓഫ് ചെയ്ത് വെക്കുക, ആപ്പ് മാർക്കറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി റെക്കമെൻഡഡ് ആപ്ലിക്കേഷൻസ് വരും. അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങ് ഇൻസ്റ്റാൾ ആവും. സോ ഇത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. ഇതിന് ശേഷം നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഹോം സ്ക്രീനിൽ വന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങളുടെ പഴയ ഫോണിലുണ്ടായ എല്ലാ ആപ്ലിക്കേഷനും വീണ്ടും ഒന്നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ പഴയ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അത് APK ആയിട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ടേക്ക് വരില്ല, ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി റീസൺ. പ്ലേ സ്റ്റോറിന് പുറത്തുനിന്ന് വല്ല ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കയറി വരാതിരിക്കാൻ വേണ്ടി. ആൻഡ് പല ആപ്ലിക്കേഷനും ഇതേപോലെ APK അയച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ പറയും ഇത് പ്ലേ സ്റ്റോറിൽ നിന്നല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഇഷ്യൂ അവോയ്ഡ് ആക്കാൻ വേണ്ടി ഫുള്ളി പ്ലേ സ്റ്റോറിൽ നിന്നായിരിക്കും ഡൗൺലോഡ് ആവുന്നത്. സോ ഈ സമയത്താണ് നിങ്ങൾക്ക് മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ ആവശ്യം വരുന്നത്. വൈഫൈ ആണെങ്കിൽ അൺലിമിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട.
മൊബൈൽ ഡേറ്റ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ നിങ്ങൾ സിം ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ ഇതൊക്കെ അങ്ങ് ഡൗൺലോഡ് ആവാനായിട്ട് തുടങ്ങും. സോ അത്രയും ഡേറ്റ ഉണ്ട് എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തണം. വേറൊരു കാര്യം, പാനിക് ആവരുത്. പുതിയ ഫോൺ ആണെങ്കിലും ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ഇൻസ്റ്റാൾസ് പാരലി നടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നല്ലപോലെ ഹാങ് ആവാം, ചൂടാവാം. ബഡ്ജറ്റ് ഫോണുകളൊക്കെ ആണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഹാങ് ആവുന്ന രീതിക്കായിരിക്കും. ബട്ട് ഇത് നോർമലാണ്. എന്തായാലും ഇത് മൊത്തം ഡൗൺലോഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മിനിമം ടൈം കൊടുക്കണം. സോ ഇത് മൊത്തം അങ്ങ് ഇൻസ്റ്റാൾ ആവട്ടെ. മീൻവൈൽ നിങ്ങൾക്ക് പഴയ ഫോണിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ കോൾ ലോഗ്, ഇപ്പോൾ എൻ്റെ പഴയ ഫോണിൽ കോൾ ലോഗ് ഇല്ല, അതുകൊണ്ട് പുതിയ ഫോണിലും കോൾ ലോഗ് ഇല്ല. ബട്ട് കോൺടാക്ട്സ് ഉണ്ടായി, ആ സെയിം കോൺടാക്ട്സ് ഇവിടെ ഉണ്ട്. ഇനി മെസ്സേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മെസ്സേജസ് പഴയ ഫോണിൽ എന്തൊക്കെയാണോ ഉണ്ടായത് അതെല്ലാം തന്നെ പുതിയ ഫോണിലും വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഗാലറി ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ പഴയ ഫോണിൽ ഏതൊക്കെ ഫോട്ടോ ആണോ അതെല്ലാം അവിടെ ഉണ്ടാവും. അതാത് ഡേറ്റുകളിൽ തന്നെ ആയിരിക്കും ഈ ഒരു പുതിയ ഫോണിലും നിങ്ങൾക്ക് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓരോന്നോരോന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം വീണ്ടും ലോഗിൻ ചെയ്യണം കേട്ടോ. കാരണം എല്ലാം ലോഗ് ഔട്ട് ആയിരിക്കും. സോ എല്ലാ ആപ്ലിക്കേഷനും ലോഗിൻ ചെയ്യുക. ഇനി ഗൂഗിൾ പേ ലോഗിൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൂഗിൾ പേ ഇപ്പോൾ നിങ്ങൾ സിം കാർഡ് ഇട്ട് ഗൂഗിൾ പേ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു OTP ചിലപ്പോൾ നിങ്ങളുടെ പഴയ ഫോണിൽ വൈഫൈ ഓൺ ആണെങ്കിൽ അതിലേക്കായിരിക്കും വരുന്നത്. ഈ RCS ഓൺ ആയിരിക്കുന്നുണ്ട്. സോ പഴയ ഫോണിൽ വൈഫൈ ഓഫ് ആയി കഴിഞ്ഞാൽ പുതിയ ഫോണിൽ നിങ്ങൾക്ക് SMS ആയിട്ടൊരു ഗൂഗിൾ പേൻ്റെ OTP വരുന്നതായിരിക്കും. അല്ലെങ്കിൽ പഴയ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഈ ഒരു OTP അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി പഴയ ഫോൺ എടുത്തിട്ട് അതിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൽ നിന്നും നിർബന്ധമായിട്ടും ബാങ്കിങ് ആപ്ലിക്കേഷൻസിൽ നിന്ന് നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുക. ആൻഡ് ശേഷം റീസെറ്റ് സെർച്ച് ചെയ്ത് ഇറേസ് ഓൾ ഡേറ്റ, ഫാക്ടറി റീസെറ്റ് ചെയ്യുക. 2 വട്ടം ചെയ്യുക. സോ ദാറ്റ് പിന്നീട് ആർക്കും അത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ആക്കാനായിട്ട്. ശേഷം നിങ്ങൾക്ക് പഴയ ഫോൺ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ കോപ്പി പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി വാട്സാപ്പ് എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി. ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇവിടെ എവിടെയെല്ലാം കൊടുത്തേക്കാം. അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് കോപ്പി ചെയ്യുന്ന പരിപാടി മനസ്സിലാവും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.